പ്രഭാതത്തിൽ വീട്ടുമുറ്റത്ത് വിടർന്നു നിൽക്കുന്ന മനോഹരമായ റോസാപ്പൂവുകൾ നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. നമ്മുടെ ഗാർഡനിലെ റോസാ ചെടികളാണിവ. പ്ലാന്റ് നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ബഡ് റോസ് ആയാലും നാടൻ റോസ് ആയാലും എങ്ങനെ നമുക്ക് റീപോർട്ട് ചെയ്യാമെന്നും അവയെ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുവാനും നിറയെ പൂവുകൾ ഉണ്ടാവുവാനും സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നേച്ചർ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ റോസ് ചെടികളായാലും ബഡ് ചെയ്ത റോസ് ചെടികളായാലും നമ്മൾ നടാൻ തിരഞ്ഞെടുക്കേണ്ടത് ആരോഗ്യമുള്ള തൈകളാണ്. ഇത് നമ്മൾ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള നാടൻ റോസാണ്. ഇത് എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്ക് ചെടിയുടെ ചുവടൊന്ന് നനച്ചു കൊടുക്കാം. ശേഷം ചെടിച്ചട്ടിയിൽ നിന്നോ ചെടി വളർത്തിയെടുത്തിട്ടുള്ള കവറിൽ നിന്നോ നമുക്ക് ചെടി വേർപെടുത്തിയെടുക്കാം. ചെടിയുടെ വേര് പൊട്ടിപ്പോകാത്ത വിധം വേണം നമ്മൾ ഇത് എടുക്കാൻ. ഇനി നമുക്ക് ചെടിയുടെ വേര് പൊട്ടിപ്പോകാത്ത വിധം മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ ഇതുപോലെ മണ്ണ് ഇളകി വരും. ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോട്ടിലേക്ക് തന്നെ ചെടിയെ മാറ്റി നടാം. അപ്പോൾ അതിനായിട്ടുള്ള പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതിനായി നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണ് വേണം. ഇളക്കമുള്ള ചുവന്ന മണ്ണ് കിട്ടുമെങ്കിൽ അത് റോസ് ചെടികൾ നന്നായിട്ട് വളരുന്നതിന് സഹായിക്കും. അപ്പം നമ്മളിവിടെ ഈ ഗ്രാവലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മണ്ണിൻ്റെ അളവിൻ്റെ 1/4 ഭാഗം ചാണകപ്പൊടിയും 1/4 ഭാഗം ജൈവവളങ്ങളും മുട്ടത്തോടും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കമുള്ള ഏത് മണ്ണ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ജൈവവളമായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെയുള്ള മിക്സാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ് നമ്മൾ ചെടി നടുന്നതിനെടുത്തിട്ടുള്ള ചെടിച്ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കാം. അതിനുശേഷം പോട്ടിംഗ് മിക്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഡ്രൈനേജ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന റോസ് ചെടികൾ എടുക്കുക. അതിൽ വിരിഞ്ഞിട്ടുള്ള പൂക്കളുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പ്ലാന്റ് നഴ്സറികളിൽ നിന്ന് നമ്മൾ ചെടികൾ വാങ്ങുമ്പോൾ അതിൽ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെടി മണ്ണിലേക്ക് മാറ്റി നട്ട് കഴിയുമ്പോൾ ഇതൊക്കെ വാടിപ്പോകും. അപ്പോൾ നമ്മളത് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നമ്മുടെ റോസ് ചെടി നട്ടു കൊടുക്കാം. ചെടി ഇതിലേക്ക് നട്ടതിന് ശേഷം ഇതിൻ്റെ ചുവട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ ചെടിയുടെ ഇലകളും ചുവടും ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനി നമ്മുടെ റോസ് ചെടിയിൽ പുതിയ നാമ്പുകൾ മുളയ്ക്കുന്നത് വരെ ചെടി തണലിലേക്ക് മാറ്റി വയ്ക്കുക. ചെടിയുടെ ചുവടിന് ഇളക്കം തട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ ചെടി നനച്ചു കൊടുക്കാൻ. റോസ്, ചെമ്പരത്തി പോലെയുള്ള ചെടികൾ നട്ട ശേഷം പുതിയ നാമ്പ് വരുമ്പോൾ അതിൻ്റെ ചുവട് അനങ്ങിക്കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടുന്നതിന് തടസ്സമാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പുതിയ ഇലകൾ വന്നു തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ചെടി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ജൈവവളങ്ങളാണ് ചെടിക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മാസത്തിൽ 1-2 തവണ വളം നൽകാവുന്നതാണ്. ഇതുവഴി കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനായിട്ട് സഹായിക്കും. ബഡ് റോസും നാടൻ റോസും എല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ പുതിയ റോസാമുട്ടുകളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് നമ്മൾ ഇതുപോലെ പ്ലാന്റ് നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചിട്ട് റീപോർട്ട് ചെയ്ത റോസാ ചെടിയാണിത്. നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ പുറന്തള്ളുന്ന പഴത്തൊലി, സവാളയുടെ തൊലി, ഉള്ളിത്തൊലി, ചായ തിളപ്പിച്ച ശേഷം കളയുന്ന തേയില, മുട്ടത്തോട് ഇവയൊക്കെ നമുക്ക് നമ്മുടെ റോസാ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. NPK വളങ്ങൾ വേണമെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഉപയോഗിക്കാം. NPK 19-19 NPK 20-20 ഒക്കെ ഉപയോഗിക്കാം. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷമാണ് ഉപയോഗിക്കുന്നത്. അമിതമായ വളപ്രയോഗം ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതിന് കാരണമാകും. ജൈവ വളപ്രയോഗത്തിലൂടെ കൂടുതൽ കാലം നമ്മുടെ ചെടിയെ നിലനിർത്തുവാനായിട്ട് സാധിക്കും.
നമ്മുടെ ഗാർഡനിൽ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള ബഡ് റോസും സാധാരണ നാടൻ റോസും ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ റോസ് പൂവിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പൂവുകൾ കരിഞ്ഞു വരുമ്പോൾ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഒരില താഴെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ പുതിയ ശാഖകൾ നമ്മളുടെ ചെടികളിൽ വരികയും നമ്മുടെ ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. റോസ് ചെടികൾ പലപ്പോഴായിട്ട് വേര് പിടിപ്പിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ നാടൻ റോസിൻ്റെ തന്നെ കമ്പ് നമ്മൾ മുറിച്ച് നട്ടിരിക്കുന്നതാണ്. ഇതിലിതാ പുതുതായിട്ട് നാമ്പുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ റോസാ ചെടികളിലൊക്കെ പെട്ടെന്ന് തന്നെ കീടങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ കീടനിയന്ത്രണം നടത്തണം. നമ്മുടെ ചെടികളിൽ കീടങ്ങൾ വന്നാലും ഇല്ലെങ്കിലും നമ്മൾ 14 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വേപ്പെണ്ണ മിശ്രിതമൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ റോസാ ചെടികളുടെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.